ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് റബീഹത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു 2025 സെപ്റ്റംബറിലൊക്കെ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡുകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം നൊബേൽ പ്രൈസിന്റെ പ്രഖ്യാപനവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇനിയുള്ള എക്സാമുകളിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് അല്ലേ നമ്മുടെ 2025 നൊബേലുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. സോ അതെന്തായാലും നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ഒരുപാട് കോഡുകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചു പോവാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള റീസെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് അവാർഡുകളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കോഡുകളിലൂടെ പറ്റാവുന്നതെല്ലാം കോഡുകളിലൂടെ അങ്ങ് പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യം കൊടുത്തിട്ടുള്ള നൽകി വന്നിട്ടുള്ള ഒരു അവാർഡിനെ കുറിച്ചാണ്. എന്താണ് അവാർഡ്? 2025 നരേന്ദ്രമോദിക്ക് ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ആയിട്ടുള്ള ഈ പറയുന്ന മിത്രവിഭൂഷണം എന്ന് പറയുന്ന അവാർഡ് നൽകിയിട്ടുള്ളത് ആരാണ്? നൽകി ആദരിച്ച രാജ്യം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് വരുന്നത്? ശ്രീലങ്കയാണ് നമ്മുടെ ഉത്തരം വരുന്നത്. അപ്പൊ നമുക്ക് ഇതൊരു കോഡിലൂടെ അങ്ങ് പഠിച്ചു വെക്കാം. എങ്ങനെ ഓർമ്മിച്ചു വെക്കാം? മോദിയും ശ്രീയും എന്താണ്? മിത്രങ്ങളാണ് എന്ന് ഓർമ്മിച്ചാൽ മതി. മോദിയും ശ്രീയും എന്താണ്? മിത്രങ്ങളാണ്. അപ്പൊ ചോദിക്കാം, ഈ പറയുന്ന ഇത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാറുള്ളതാണ്. അപ്പൊ ഇതാണ് 2025 നരേന്ദ്രമോദിക്ക് ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ മിത്രവിഭൂഷണം. ആ അവാർഡിന്റെ പേര് ഓർമ്മിച്ചു വെക്കുക, മിത്രവിഭൂഷണം എന്നാണ്. അത് നൽകി ആദരിച്ച രാജ്യം ഏതാണ് എന്നുള്ളതാണ് ശ്രീലങ്കയാണ്. അപ്പൊ ശ്രീയും മോദിയും മിത്രങ്ങളാണ് എന്നുള്ളത് അവിടെ പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്ത ഒരു പ്രധാനപ്പെട്ട അവാർഡ് എപ്പോഴും നമുക്ക് എന്താണ് എക്സാമിന് കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ വയലാർ അവാർഡ് അല്ലെ. വയലാർ അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഫാക്റ്റ് ആണ് നമുക്ക് ഇനി നോക്കാനായിട്ട് വരുന്നത്. എന്താണ് വയലാർ അവാർഡ്? ഇത് മേ ബി നിങ്ങൾ ന്യൂസുകളിലും ഒക്കെ ആയിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കാം. വയലാർ അവാർഡ് 2025 വയലാർ അവാർഡിന് അർഹനായിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ്. ഈ സന്തോഷ് കുമാർ ആണ് അല്ലെ. ഈ സന്തോഷ് കുമാർ ആണ് 2025 വയലാർ അവാർഡിന് അർഹനായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കൃതിയുടെ പേര് കൂടെ ഇവിടെ പഠിച്ചു വെക്കുക. തപോമയിയുടെ അച്ഛൻ എന്ന് പറയുന്നതാണ്. തപോമയിയുടെ അച്ഛൻ എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? നമ്മുടെ ഈ സന്തോഷ് കുമാറിന്റെ കൃതിയാണ്. അപ്പൊ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പഠിച്ചു വെക്കുക. കൃതി ഏതാണ്, വയലാർ അവാർഡ് നേടിയത് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പഠിച്ചു വെക്കുക. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഓർമ്മിച്ചു വെക്കാം? അച്ഛന്റെ കൂടെ, ഓക്കെ, അച്ഛന്റെ കൂടെ വയലിൽ പോയപ്പോ എനിക്ക് എന്തായി? ഭയങ്കര സന്തോഷായി എന്നുള്ളത് ഓർമ്മിച്ചാൽ മതി. അച്ഛന്റെ കൂടെ വയലിൽ പോയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷായി. അപ്പൊ നമുക്ക് തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന ആ കൃതി അവിടെ കിട്ടും. അതുപോലെ തന്നെ ആർക്കാണ് 2025 വയലാർ അവാർഡ് കിട്ടിയത് എന്നുള്ളത് ഈ സന്തോഷ് കുമാറിന് നമുക്ക് അത് കിട്ടി. അതുപോലെ തന്നെ ഏത് അവാർഡാണ് എന്നുള്ളത് നമുക്ക് അവിടെ ആ ഒരു കോഡിലൂടെ കിട്ടി. ഓക്കെ, അപ്പൊ 2025 നമ്മൾ നോക്കുമ്പോൾ അച്ഛന്റെ കൂടെ വയലിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷായി എന്നുള്ളത് അവിടെ ഓർമ്മിച്ചു വെക്കുക. അപ്പൊ 2025 നമ്മൾ പഠിച്ചു. ഇതോടൊപ്പം തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത്, ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യമാണ് 2024 വയലാർ അവാർഡ് ആർക്കാ കിട്ടിയിട്ടുണ്ടായിരുന്നത്? അശോകൻ ചെരുവിലിനാണ് അല്ലെ. അശോകൻ ചെരുവിലിനാണ് 2024 വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാട്ടൂർ കടവ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 2023 നമ്മുടെ വയലാർ അവാർഡ് നമ്മൾ നോക്കുന്ന സമയത്ത് ആർക്കാ കിട്ടിയേ? ശ്രീകുമാരൻ തമ്പിക്കായിരുന്നു അല്ലെ. ശ്രീകുമാരൻ തമ്പിക്കായിരുന്നു നമ്മുടെ 2023 വയലാർ അവാർഡ്. ജീവിതം ഒരു പെണ്ടുലം എന്ന് പറയുന്ന കൃതിക്ക് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ 3 അവാർഡുകളും 3 പ്രധാനപ്പെട്ട വർഷത്തെയും അവാർഡുകൾ, വയലാർ അവാർഡ് അവിടെ അങ്ങ് ക്ലിയർ ആക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ഫാക്റ്റിലോട്ട് നമുക്ക് പോവാം. 2024-25 ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരത്തിന്റെ ജേതാവ് ആരാണ് എന്നുള്ളതാണ്. ആർക്കാണ് 2025 ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നത്? നമ്മുടെ NS മാധവനാണ് അല്ലെ. NS മാധവനാണ് 2024-25 ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാര ജേതാവായിട്ട് വരുന്നത്. NS മാധവനാണ്. നമ്മളെപ്പോഴും സിനിമയിൽ കേട്ടിട്ടുള്ള ഒരു ഡയലോഗാണ് അല്ലെ, വഴിമാറട മുണ്ടക്കൽ ശേഖര എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ മുണ്ടക്കൽ ശേഖരനെ അവിടെ അങ്ങ് മാറ്റിയിട്ട് മുണ്ടക്കൽ മാധവനെ അങ്ങ് ആക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് ആ ഫാക്ട് കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ചു വെക്കാം. ഓക്കെ, അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട്
നമ്മൾ വരുന്ന സമയത്ത് ഒരു സ്കീമാണ് കേട്ടോ, ഒരു പദ്ധതിയാണ്. എന്താണ് പദ്ധതിയുടെ പേര്? ശക്തി എന്നാണ് പദ്ധതിയുടെ പേര്. എന്താണ് ഈ ഒരു പദ്ധതിക്ക് കിട്ടിയിട്ടുള്ള അവാർഡ് കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുള്ള സ്കീമാണ്. എന്താണ്? ഇന്ത്യൻ നാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുള്ള കർണാടകയിലെ സ്ത്രീ ശാക്തീകരണ പദ്ധതി ഏതാണ് എന്നുള്ളതാണ്. ശക്തി, സ്കീം ശക്തി എന്നാണ് അതിന്റെ പേര് വരുന്നത്. അപ്പൊ ഈ പറയുന്ന സ്കീം ശക്തി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏത് സർക്കാരാണ് എന്നുള്ള രീതി, ഏത് സംസ്ഥാന സർക്കാരാണ് എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ചു വെക്കണേ, നമ്മുടെ കർണാടക സർക്കാരാണ്. ശക്തി എന്നാണ് ആ ഒരു സ്കീമിന്റെ പേര് വരുന്നത്. എന്താണ് ഈ ഒരു സ്കീം എന്നുള്ളത് നമ്മൾ നോക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര, സൗജന്യ യാത്ര അല്ലെങ്കിൽ ഫ്രീ ടിക്കറ്റുകളിൽ യാത്ര ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ ഒരു ശക്തി എന്ന് പറയുന്ന സ്കീമിന്റെ എന്ത് വരുന്നത് ലക്ഷ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 2023 ജൂൺ തൊട്ട് 2025 ജൂലൈ വരെയുള്ള ഈ ഒരു കാലയളവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം 500 കോടിയിലാണ് ഫ്രീ ടിക്കറ്റുകൾ നൽകിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്ന വളരെ നല്ലൊരു പദ്ധതി തന്നെയായിരുന്നു ഈ പറയുന്ന ശക്തി എന്നുള്ള സ്കീം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഏത് സർക്കാരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കർണാടക സർക്കാരിന്റെ പദ്ധതിയാണ് എന്നുള്ളത് കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്ത നമ്മുടെ ഒരു പ്രധാനപ്പെട്ട അവാർഡാണ് 2025 UN നെൽസൺ അല്ലെങ്കിൽ നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് നെൽസൺ മണ്ടേല പ്രൈസ്. നെൽസൺ മണ്ടേല പ്രൈസിന് അർഹരായിട്ടുണ്ടായിരുന്നത് ആരൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 2 പേരാണ് ഈ ഒരു അവാർഡിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. കെനഡി ഒഡേഡെ, അതുപോലെ തന്നെ ബ്രെൻഡ റെയ്നോൾഡ് കനേഡിയൻ ആണ്, അതുപോലെ തന്നെ കെനിയ കൂടിയായിട്ടുള്ള ഇവർ 2 പേരൂടെ ചേർന്നുകൊണ്ടാണ് 2025 നെൽസൺ മണ്ടേല പ്രൈസിന് അർഹരായിട്ടുണ്ടായിരുന്നത്. അപ്പൊ മണ്ടേല, ഒഡേഡ, അതുപോലെ തന്നെ റൈനോൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാസ് ഒപ്പിച്ചുകൊണ്ട് അവിടെ പഠിച്ചാൽ മതി. എന്താണ്? മണ്ടേല. മണ്ടേല, ഒഡേഡ, റൈനോൾഡ്. മണ്ടേല, അതുപോലെ തന്നെ ഒഡേഡ, റൈനോൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രാസ് ഒപ്പിച്ചുകൊണ്ട് അവിടെ ഓർമ്മിച്ച് വെച്ചാൽ മതി. 2-3 തവണ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ അതവിടെ അങ്ങ് ക്ലിയർ കട്ടായിട്ട് കിട്ടിയിക്കോളും. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ത്യൻ എഴുത്തുകാരിയായിട്ടുള്ള കിരൺ ദേശായിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഫാക്റ്റ് ആണ്. 2025 ബുക്കർ പ്രൈസിലോട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ എഴുത്തുകാരി ആരാണ് എന്നുള്ളതാണ്. നമ്മുടെ കിരൺ ദേശായി ആണ് എന്നുള്ള കാര്യം അവിടെ ഓർമ്മിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നവംബർ 10-നാണ് പ്രഖ്യാപിച്ചിട്ടില്ല. നവംബർ 10-നാണ് നമ്മുടെ ഈ പറയുന്ന ബുക്കർ പ്രൈസിന്റെ അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം പ്രഖ്യാപിക്കാനായിട്ട് പോകുന്നത് നവംബർ 10-നാണ്. അപ്പോ എന്താണ് ആ ഒരു ലോങ് ലിസ്റ്റിലോട്ട് നമുക്കറിയാം ഈ പറയുന്ന ബുക്കർ പ്രൈസിലെ ലോങ് ലിസ്റ്റിലോട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ എഴുത്തുകാരിയാണ് കിരൺ ദേശായി എന്ന് പറയുന്നത് കേട്ടോ. ഓർമ്മിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ ഈ ക്വസ്റ്റ്യനിലല്ല, നമ്മുടെ പ്രധാനപ്പെട്ട മറ്റൊരു ഫാക്ട് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ എമ്മി അവാർഡ് 2025 എമ്മി അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ ഡ്രാമ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട അവാർഡുകളും അതുപോലെ തന്നെ കോമഡി കാറ്റഗറിയിൽ വരുന്ന പ്രധാനപ്പെട്ട അവാർഡുകളും നമുക്ക് ഇവിടെ നോക്കി പോകാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ 77ാമത് എമ്മി അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് അതില് മികച്ച നടനുള്ള പുരസ്കാരം പോകുന്നത് ആർക്കാണ് എന്നുള്ളത് അവിടെ ഓർമ്മിച്ചു വെക്കുക. നോ വൈലിനാണ്. ദ പിറ്റ് എന്ന് പറയുന്ന മൂവിയിലെ അഭിനയത്തിന് നോ വൈലിനാണ് അവാർഡ് പോകുന്നത്. അതുപോലെ തന്നെ മികച്ച നടിക്കുള്ള അവാർഡ് പോകുന്നത് ആർക്കാണ്? ബ്രിഡ് ലോവറിനാണ് എന്നുള്ളത് ഓർമ്മിച്ചു വെക്കുക. മികച്ച സംവിധാനത്തിനുള്ള അവാർഡ് പോകുന്നത് ആഡം റാൻഡലിനാണ്. സ്ലോ ഹോഴ്സസ് എന്ന് പറയുന്ന മൂവിയിലെ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ അവാർഡിന് അല്ലെങ്കിൽ സംവിധാനത്തിനാണ് ആഡം റാൻഡലിന് ഈ പറയുന്ന 77ാമത് എമ്മി അവാർഡ് 2025 പോകുന്നത് എന്നുള്ളത് ഓർമ്മിച്ചു വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡ്രാമ വിഭാഗത്തിൽ നമ്മൾ മികച്ച സീരീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത് ഏതാണ്? ദ പിറ്റ് എന്ന് പറയുന്നതാണ്. അപ്പൊ ദ പിറ്റ് എന്ന് പറയുന്ന മൂവിയിൽ അഭിനയത്തിന് തന്നെയാണ് മികച്ച നടനുള്ള പുരസ്കാരം നോവലിന് പോകുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചു വെക്കുക. അപ്പൊ ഇതില് പ്രധാനപ്പെട്ടതാണ് മികച്ച നടൻ, നടി, സംവിധാനം, അതുപോലെ തന്നെ നമ്മുടെ സീരീസ് ഡ്രാമ വിഭാഗത്തിലാണ് കേട്ടോ. നോക്കിയേ, ഇനി അതുപോലെ തന്നെ നമ്മുടെ ഡ്രാമ വിഭാഗം കഴിഞ്ഞ് കോമഡി വിഭാഗത്തിൽ കോമഡി കാറ്റഗറിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏതൊക്കെയാണ് മികച്ച നടൻ, നടി, അതുപോലെ തന്നെ സംവിധാനം പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കി പോവാം. സേത് റോഗൻ ആണ് മികച്ച നടനുള്ള അവാർഡ്
അവാർഡ് പോകുന്നത്. അതുപോലെ തന്നെ ദ സ്റ്റുഡിയോ എന്ന് പറയുന്ന എന്താണ് മൂവിയിലെ അഭിനയത്തിന് സേത് റോഗൻ ആണ് പോകുന്നത്. അതുപോലെ തന്നെ മികച്ച നടിക്കുള്ള 2025 എമ്മി അവാർഡിൽ കോമഡി കാറ്റഗറിയിലാണ് കേട്ടോ മികച്ച നടിക്കുള്ള അവാർഡ് പോകുന്നത് ആർക്കാണ്? ജീൻസ് മാർട്ടിൻ ആണ്. ഓക്കെ, ജീൻസ് മാർട്ടിൻ ആണ്. കോമഡിയിൽ ഭയങ്കര സ്മാർട്ടാണ് ആര്? ഒന്ന് ഓർമ്മിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഹാക്സ് എന്ന് പറയുന്ന മൂവിയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള കോമഡി വിഭാഗത്തില് എമ്മി അവാർഡ് പോകുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചു വെക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ മികച്ച സംവിധായകനുള്ള അവാർഡ് കോമഡി വിഭാഗത്തില് എമ്മി അവാർഡ് 2025 നമ്മൾ നോക്കുന്ന സമയത്ത് ആർക്കെന്നെയാ പോകുന്നത്? നമ്മുടെ സേത് റോഗന് തന്നെയാണ് പോകുന്നത് ദ സ്റ്റുഡിയോ എന്ന് പറയുന്ന മൂവിയിലെ സംവിധാനത്തിനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന മികച്ച സീരീസിനുള്ള കോമഡി വിഭാഗത്തിൽ മികച്ച സീരീസിനുള്ള അവാർഡ് പോകുന്നത് ദ സ്റ്റുഡിയോ എന്ന് പറയുന്ന സീരീസിന് തന്നെ. അപ്പൊ ഈ പറയുന്ന സ്റ്റുഡിയോ എന്ന് പറയുന്ന സീരീസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രധാനപ്പെട്ട കോമഡി കാറ്റഗറിയിലുള്ള അവാർഡുകളെല്ലാം വരുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചു വെക്കുക. ഇതിനേക്കാൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2025 എമ്മി അവാർഡിൽ ഏറ്റവും നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പേരാണ് ആര്? ഓവൻ കൂപ്പർ എന്ന് പറയുന്നത്. അഡോളസൻസ് എന്ന് പറയുന്ന ഒരു മൂവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഈ പറയുന്ന അഡോളസൻസ് എന്ന് പറയുന്ന മൂവി ഇമ്പോർട്ടൻ്റ് ആണ്. അഡോളസൻസ് എന്ന് പറയുന്ന മൂവി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എമ്മി അവാർഡ് നേടിയിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ താരമായിട്ട് 15 വയസ്സുള്ള കുട്ടിയാണ്. അപ്പൊ ആർക്കാണ് പോകുന്നത്? ഓവൻ കൂപ്പറിനാണ് പോകുന്നത് എന്നുള്ളത് കൂടെ ഓർമ്മിച്ച് വെക്കുക. അപ്പൊ ഈ പറയുന്ന എമ്മി അവാർഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്, എന്താണ് അവാർഡ് നേടിയത് ആരാണ് എന്നുള്ളത് ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ ഓർമ്മിച്ച് വെക്കുക, ഓവൻ കൂപ്പറിനാണ് പോകുന്നത്. അഡോളസൻസ് എന്ന് പറയുന്നതാണ് അതിലെ അഭിനയത്തിനാണ് അവർക്ക് അവാർഡ് പോകുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട അവാർഡുകൾ നമ്മുടെ അല്ലെങ്കിൽ ഇത്രയും പ്രധാനപ്പെട്ട കാറ്റഗറിയിലുള്ള കാര്യങ്ങൾ എമ്മി അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഇനി അടുത്തതായിട്ട് ഗീതാഞ്ജലി ശ്രീനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് പെൻ ട്രാൻസ്ലേഷൻ പ്രൈസ് 2025 പെൻ ട്രാൻസ്ലേഷൻ പ്രൈസിനുള്ള അവാർഡ് പോകുന്നത് ഗീതാഞ്ജലി ശ്രീക്കാണ്. അവരുടെ കൃതി കൂടെ എന്ന് പഠിച്ചേക്കുക. വൺസ് എലിഫന്റ്സ് ലിവ്ഡ് ഹിയർ എന്ന് പറയുന്നതാണ്. വൺസ് എലിഫന്റ് ലിവ്സ് ഹിയർ എന്ന് പറയുന്നതാണ് ഗീതാഞ്ജലി ശ്രീയുടെ എന്തായിട്ട് വരുന്നത്? കൃതിയായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ക്വസ്റ്റ്യൻ വരാം. അതായത് പെൻ ട്രാൻസ്ലേഷൻ പ്രൈസ് 2025 നേടിയത് ആരായിരുന്നു, അല്ലെങ്കിൽ ഇന്ന കൃതിക്ക് നേടിയത് ആരാണ്, അതല്ലെങ്കിൽ പെൻ ട്രാൻസ്ലേഷൻ പ്രൈസ് 2025 നേടിയ ഗീതാഞ്ജലി ശ്രീയുടെ കൃതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഇങ്ങനെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. അപ്പൊ ഓർമ്മിച്ച് വെക്കുക, എല്ലാം ഓർമ്മിച്ച് വെക്കുക. വൺസ് എലിഫന്റ് ലിവ്സ് ഹിയർ എന്ന് പറയുന്നതാണ് അവരുടെ കൃതിയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡാണ്, അതായത് വെറ്റ്ലാൻഡ്സ് വൈസ് യൂസ് എന്ന് പറയുന്ന റാംസാർ അവാർഡ് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ ആരാണ് എന്നുള്ളതാണ്. ജയശ്രീ വെങ്കിടേഷൻ ആണ് കേട്ടോ. ജയശ്രീ വെങ്കിടേഷൻ ആണ് വെറ്റ്ലാൻഡ്സ് വൈസ് യൂസ് എന്ന് പറയുന്ന റാംസാർ അവാർഡ് നേടിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു അവാർഡ് ഒരു ഇന്ത്യക്കാരന് അല്ലെങ്കിൽ ഇന്ത്യന് കിട്ടുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്തു വെക്കുക. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു അവാർഡിന് അർഹയായിട്ടുള്ള വ്യക്തിയാണ് ജയശ്രീ വെങ്കടേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓർമ്മിക്കണേ. അടുത്തത് പെൻ പ്രിന്റർ പ്രൈസ് പുരസ്കാരം നേടിയിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ്. ലൈല എന്ന് മാത്രം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ മതി. ഫുൾ നെയിം ഒന്നും ഓർമ്മിച്ചില്ലെങ്കിലും നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷനിൽ നിന്നൊന്ന് പിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റിയാൽ മതി. സോ പെൻ പ്രിന്റർ പ്രൈസ് ലൈലക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് അവിടെ പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങളോടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്താണ്? 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയിട്ടുണ്ടായിരുന്ന ഹാഡ്ലാം എന്ന് പറയുന്ന കൃതിയുടെ രചയിതാവ് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരാണ് എന്നുള്ളത് അവിടെ കമന്റ് ചെയ്യുക. ദീപാ ബസ്തി ആണോ, ബാനു മുഷ്താഖ് ആണോ, അതല്ല അനിത നായർ ആണോ, അരുന്ധതി റോയ് ആണോ? ഇതിൽ ആർക്കാണ് 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഹാഡ്ലാം എന്നുള്ളതാണ് അവരുടെ കൃതി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരാണ് ആ അവാർഡിന് അർഹയായിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് റീസെന്റ് നടന്നിട്ടുള്ള എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളതും ഇനിയിപ്പോൾ 2025 ആയതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന നമുക്കറിയാം ഡിഗ്രി 10th ലെവലുകളിലൊക്കെ ആയിട്ട് ഒരുപാട് എക്സാംസുകൾ നമ്മളെ എക്സ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഈ പറയുന്ന അവാർഡുകൾ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, റീസെന്റ് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് വേണം
നമ്മളെ ഓരോ എക്സാമിന് അപ്പിയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അവാർഡുകൾ, അപ്പോയിന്റ്മെന്റുകൾ, സ്കീമുകൾ, കാര്യങ്ങൾ ഒക്കെ ഒന്ന് പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ബാച്ചുകൾ, എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതിലുള്ള ബാച്ചുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബാച്ചിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് താഴെ ഗൂഗിൾ ഫോം കാര്യങ്ങൾ, ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പറഞ്ഞ ക്വസ്റ്റ്യനുള്ള ആൻസർ കൂടെ താഴെ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ താങ്ക് യു.